നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്തത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു. അലങ്കാന സമീപം സിവി റോഡ്, പൊന്നാനി. മതസൗഹാർദ്ദത്തിന്റെ മാതൃകയായി പൊന്നാനി വണ്ടിപ്പേട്ട മസ്ജിദുൽ ഹുദ ജുമുഅ നമസ്കാരം വീക്ഷിക്കാൻ ഇതര മതസ്ഥർക്ക് അവസരമൊരുക്കി. പള്ളിക്കകത്ത് പ്രത്യേക ഇരിപ്പിടം സന്ദർശകർക്ക് പുതുമയാർന്ന അനുഭവമായി മാറി. പൊന്നാനി വണ്ടിപ്പേട്ട മസ്ജിദുൽ ഹുദയിൽ ഇന്നത്തെ ജുമ സാക്ഷ്യം വഹിച്ചത് മതസൗഹാർദ്ദ വഴിയിൽ പുതിയ അധ്യായം തുന്നിച്ചേർത്തുകൊണ്ട്. ഓപ്പൺ മസ്ജിദ് പ്രോഗ്രാം എന്ന പേരിൽ ജുമാ നമസ്കാരവും കുതുബ പ്രഭാഷണവും വീക്ഷിക്കുന്നതിന് ഇതര മതസ്ഥർക്ക് കൂടി അവസരമൊരുക്കിയത് അതിഥികളായെത്തിയവർക്ക് പുതിയ അനുഭവമായി. പള്ളികളെ പുറത്തുനിന്ന് മാത്രം വീക്ഷിച്ചിരുന്നവർക്ക് പള്ളിക്കകത്ത് പ്രത്യേകം ഇരിപ്പിടമൊരുക്കിയാണ് മസ്ജിദുൽ ഹുദ സാഹോദര്യത്തിന്റെ പുതിയ അധ്യായം എഴുതിച്ചേർത്തത്. ക്ഷണിക്കപ്പെട്ട 25ഓളം പേർ പങ്കെടുത്തു. ജുമാ നമസ്കാരാനന്തരം പള്ളിക്കകത്ത് ചേർന്ന സൗഹൃദ സദസ്സിൽ അതിഥികളായെത്തിയവർ ആദ്യാനുഭവത്തിന്റെ സന്തോഷവും നിർവൃതിയും പങ്കുവച്ചു. മുന്നേ പള്ളിയിൽ കയറിയിട്ടുണ്ട്, മയ്യത്ത് നിസ്കാരത്തിനായിരുന്നു മാത്രം. ആദ്യമായിട്ടാണ് ഒരു വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിൽ പങ്കെടുക്കുന്നത്. വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ജനിച്ചതും വളർന്നതും പൊന്നാനിയിലാണ്. പ്രത്യേകിച്ച് ഈ വണ്ടിപ്പേട്ടയിട്ട് ഒരു 10-30 കൊല്ലത്തെ പരിചയവും പൊന്നാനി ചേംബറായി ബന്ധമായിട്ട് ഒരു 10-30 കൊല്ലക്കാലം പൊന്നാനി ചേംബറിൻ്റെ പ്രസിഡന്റ് ആയിരുന്നു. ഇത് ഒരു അനുഭൂതിയാണ്. നമ്മുടെ സമൂഹത്തിനെ കെട്ടിയുറപ്പിക്കാൻ ഒരു വാതായനം തുറന്നതായിട്ട് തോന്നുന്നു. എന്തായാലും ഇത് വീണ്ടും തുടർന്ന് നമ്മുടെ സമൂഹത്തിന് നല്ല പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ചും പൊന്നാനിയുടെ പൗരാണികത, പൊന്നാനിയുടെ സാംസ്കാരികത നിലനിർത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഈ സമൂഹത്തിന് ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇത് പറയുകയാണെങ്കിൽ ഒരു അനുഭൂതിയാണ്. ഞാൻ വീടിന് തൊട്ടടുത്ത പള്ളി ആണെങ്കിലും ദിവസവും കുത്തുബ കേൾക്കുന്നുണ്ട്. പക്ഷേ ആദ്യത്തെ അനുഭവം എന്ന് വെച്ചാൽ ഉള്ളിൽ കയറിയിട്ട് നിസ്കാരം കാണുകയും കേൾക്കുകയും നല്ലൊരു അനുഭൂതിയായി. അതുകൊണ്ട് ഇന്ന് ക്ഷണിച്ച ലത്തീഫ് സാറിന് ഒരുവിധം നന്ദി അറിയിച്ചുകൊണ്ടു. ഒരു പുതിയ അനുഭവമായിരുന്നു. പള്ളിയെ പറ്റിയിട്ടുള്ള ഒരു നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല ഇവിടെ വന്നപ്പോൾ. നല്ലതും മാത്രം പറയുന്ന, നന്മ മാത്രം പറയുന്ന ഒരു നേരമാണ് ഈ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഉണ്ടാവുന്നത് പള്ളിയിൽ എന്നുള്ളത് നേരിട്ട് ബോധ്യപ്പെടാൻ കഴിഞ്ഞു. നമ്മുടെ ചെറിയ മക്ക എന്നറിയപ്പെടുന്ന ഈ പൊന്നാനിയിൽ ഇത്തരമൊരു കൂടിച്ചേരൽ സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഈ സാഹോദര്യം നാളെയും ഭാവിയിലും വരും ജനറേഷനും ഇതേപോലെ തുടർന്ന് കൊണ്ടുപോകാൻ നമുക്ക് കഴിയട്ടെ. ആ രീതിയിൽ നമുക്ക് ആ മതേതരത്വം മുന്നോട്ട് കൊണ്ടുപോകാനും നിലനിർത്താനും നമുക്ക് സാധിക്കുമാറാവട്ടെ എന്ന് ആശംസിക്കുക. ഒരു സൗഹൃദ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നത്, അതും പ്രത്യേകിച്ച് ഈ വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം തന്നെ ഇങ്ങനെ വരണം എന്നൊക്കെ. അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായി. മാത്രമല്ല ഈ നല്ല പ്രഭാഷണങ്ങളും ഒക്കെ ആയി. പിന്നെ ഇത് ഒരു നല്ല പരിപാടിയായി മാറി. ജാതിഭേദം മതോദ്ദേശം ഭേദമില്ലാത്ത സർവരും സ്വാതന്ത്ര്യത്തിന് വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്ന് പറഞ്ഞ കേരളമായാലും അതിൻ്റെ ഇന്ത്യയായാലും കേരളം ചെറുതല്ല. ഭിന്നമായ മതങ്ങൾക്ക് താവളം, കലാപര സംസ്കാര സേവാദം എന്ന് പറയാം. പക്ഷേ ഭിന്നമായ മതങ്ങൾക്ക് താവളം കേരളത്തിൽ പോലും ഇന്ന് തെറ്റിദ്ധാരണകളും അന്ധവിശ്വാസങ്ങളുടെ കൂത്തരങ്ങായി മാറുന്നു കേരളം. അപ്പോൾ ഇതൊക്കെ യുക്തിപൂർവ്വം ചേർക്കുകയും സംസാരിക്കുകയും പിന്നെ കൂടുതൽ ചിന്തിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് മനുഷ്യൻ്റെ മഹാനന്മയെ, സ്നേഹത്തെ ഉയർത്തിപ്പിടിക്കുകയാണ് ഈ കാലത്തിൻ്റെ ഇരുട്ടിനകത്താനുള്ള മാർഗം എന്നതിന് ഒരു പരിപാടി വളരെ സഹായകരമാണ് എന്ന് മാത്രം വിനയപൂർവ്വം പറയട്ടെ. വി രാമകൃഷ്ണൻ, അജിത് കുമാർ, ഗംഗാധരൻ, ജയപ്രകാശ്, സോമസുന്ദരൻ, പ്രസാദ് കാക്കശ്ശേരി, പി സുരേഷ്, സുനിൽ, ഡേവിഡ് പൗലോസ് തുടങ്ങിയവർ സംസാരിച്ചു. നമസ്കാരത്തിനും കുത്തുബക്കും എം മുഹമ്മദ് അമീൻ നേതൃത്വം നൽകി. അതിഥികളായി പങ്കെടുത്തവർക്ക് ഉച്ചഭക്ഷണവും ഒരുക്കി. സമ്മാനമായി ഖുർആൻ പരിഭാഷയും നൽകി. പരസ്പരം അറിയാനുള്ള അവസരം സൃഷ്ടിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സംഘാടകർ അഭിപ്രായപ്പെട്ടു. ഓപ്പൺ മസ്ജിദ് പ്രോഗ്രാമിന് മസ്ജിദുൽ ഹുദ പ്രസിഡന്റ് പി അബ്ദുൽ ലത്തീഫ്, കെ ബഷീർ, അബ്ദുൽ ജബ്ബാർ, TPO മുജീബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പുതിയ കാലത്ത് കൂടുതൽ മതസൗഹാർദ്ദവും ഐക്യവും പരസ്പരം തിരിച്ചറിയലും പരസ്പരം പരിചയപ്പെടലൊക്കെ അനിവാര്യമായൊരു കാലത്ത് ഇത്തരം സംരംഭങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. എല്ലാ ആളുകളും വളരെ താല്പര്യത്തോടും സ്നേഹത്തോടും കൂടിയാണ് ഈ പരിപാടിയെ നോക്കിക്കണ്ടത്. മാത്രമല്ല നമുക്കത് സമൂഹത്തിൽ വളരെ പ്രത്യേകിച്ച് ഈ വർഗീയതയും വിഭാഗീയതയും വിദ്വേഷമൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നൊരു കാലത്ത് ഇത്തരം സൗഹാർദ്ദ കൂട്ടായ്മകൾ വളരെ ആവശ്യമാണ്, തികച്ചും അനിവാര്യമാണ് എന്ന് ബോധ്യപ്പെടുന്നതാണ് ഇത്തരം ഒരു കൂട്ടായ്മ.
പൊന്നാനി ISSലെ ഇന്നത്തെ ജുമയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇതര സമുദായ സുഹൃത്തുക്കളും ബന്ധപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ജുമാ നമസ്കാരവും അതുമായി ബന്ധപ്പെട്ട പ്രഭാഷണവും ശ്രവിക്കാൻ ഇവിടെ എത്തിച്ചേർന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കാലമായി മനസ്സിനകത്ത് ഇങ്ങനെ ഒരു ആശയവും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടുകാരും എല്ലാവരും പങ്കുവച്ചപ്പോൾ നമുക്കത് നോൽമ്പിൻ്റെ മുമ്പ് തന്നെ ഇങ്ങനെ ഒരു കൂട്ടായ്മ വേണം, ഇവരൊക്കെ പങ്കെടുപ്പിച്ച് പള്ളിയുടെ എന്താണ് പള്ളിയിൽ ജുമാ സമയത്ത് നടക്കുന്നത്, എന്താണ് പള്ളിയെന്നും ഒക്കെ മറ്റുള്ള ആളുകൾക്ക് കാണാനും കേൾക്കാനൊക്കെ അവസരം ഉണ്ടായി. വളരെ ഹൃദ്യമായിരുന്നു. എല്ലാവരും വന്ന് പങ്കെടുത്ത 25ഓളം ആളുകൾ എല്ലാവരും വളരെ സന്തോഷത്തോടാണ് ആ പരിപാടിയെ പറ്റി പ്രതികരിച്ചത്. ഹലോ, എത്ര നാളൊക്കെ കാണുന്നത്? സന്തോഷം, കണ്ടത് നന്നായി. ഞാൻ ദുബായിലേക്ക് പോവാണ്, പക്ഷേ ടിക്കറ്റ് ഫെയർ എല്ലാം ഭയങ്കര കൂടുതലാണ്. അതിനെന്താ, ടോപ് 10 ട്രാവലിന്റെ പൊന്നാനിയിൽ ഒന്ന് വിളിച്ചാൽ മതി. നിങ്ങളുടെ യാത്രകൾക്ക് വിശ്വസനീയമായ കൂട്ടായ്മയായി ടോപ് 10 ട്രാവൽ ആൻഡ് ടൂർസ് പൊന്നാനി. ഓൺലൈൻ നിരക്കുകളേക്കാൾ കുറവിൽ സ്വാഗതം. ടോപ് 10 ട്രാവൽ ആൻഡ് ടൂർസ് തൃക്കാവ് പൊന്നാനിയിൽ നിങ്ങളുടെ വിശ്വസ്തമായ യാത്രാ കൂട്ടുകാരൻ.